72ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് പുനലൂരിൽ സഹകാരി സംഗമവും സഹകരണ സെമിനാറും നടന്നത്. പത്തനാപുരം സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കലയനാട് പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു സഹകാരി സംഗമം സംഘടിപ്പിച്ചത്. നടത്തപ്പെടുകയാണ്. അതുപോലെ തന്നെ ഇന്നേ ദിവസം തന്നെ വാരാഘോഷത്തിൽ ജില്ലാതല വാരാഘോഷം കൊട്ടാരക്കരയിൽ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പത്തനാപുരം സർക്കിൾ സഹകരണ യൂണിയന്റെ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള പതാക ഉയർത്തുന്നതിന് സർക്കിൾ സഹകരണ യൂണിയന്റെ ചെയർമാനായ രാജൻ സാറിനോട് ആദരവോടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 72ാം സഹകരണ വാരാഘോഷം നടക്കുകയാണ്. നാളെ ആലപ്പുഴയിൽ വെച്ചാണ് സമാപന സമ്മേളനം. നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹകരണ മേഖല ഇന്ത്യയിലേക്ക് തന്നെ മാതൃകയായി കേരളത്തിലെ സഹകരണ മേഖല വളർന്ന് വന്നത് വളരെ സന്തോഷപ്രദമായ ഒരു അനുഭവമാണ്. തീർച്ചയായിട്ടും ഈ നാട്ടിലെ ചെറുതും വലുതുമായ വിഷയങ്ങളിൽ ഇടപെടുന്നതിന് സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷം കൂടി ഈ 72ാം സഹകരണ വാരാഘോഷ വേളയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും നാളെ നമ്മുടെ സമാപന സമ്മേളനം കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവർകൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതോടെ നമ്മുടെ 72ാമത് സഹകരണ വാരാഘോഷത്തിൻ്റെ സമാപനം കുറിക്കുകയും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടുള്ള പത്തനാപുരം താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ്റെ ആഭിമുഖ്യത്തിലുള്ള സഹകരണ വാരാഘോഷമാണ് ഇന്ന് കൊല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ കോൺഫറൻസ് ഹാളിൽ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പതാക ഉയർത്തൽ എന്ന ചടങ്ങ് നിർവഹിക്കുക. പത്തനാപുരം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ വി രാജന്റെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സർക്കിൾ സഹകരണ യൂണിയൻ സെക്രട്ടറി എം ഷമീർ സ്വാഗതം പറഞ്ഞു. പുനലൂർ MLA PS സുബാൽ സഹകാരി സംഗമം ഉദ്ഘാടനം ചെയ്തു. വീണ്ടും നമുക്ക് പോയെങ്കിൽ മാത്രമേ ഇന്ന് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ നമുക്ക് കരുത്തോടെ നിലനിർത്താൻ കഴിയുകയുള്ളൂ. അതിന് നമ്മളെല്ലാവരും നമ്മുടേതായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള പങ്കുകൾ നിർവഹിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത്. കേരളത്തിൽ നിരവധിയായിട്ടുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങൾ, കാർഷിക സംഘങ്ങൾ, അതുപോലെ തന്നെ ജില്ലാ ബാങ്കുകൾ, കേരള ബാങ്കിന്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിൽ, സാമൂഹിക മേഖലയിൽ വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജനകീയമായ സ്വഭാവം നമ്മുടെ സഹകരണ മേഖലയ്ക്ക് കൈവന്നു എന്ന് പറയുമ്പോൾ മുൻകാല നേതാക്കന്മാരുടെ വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള കാഴ്ചപ്പാടുകൾ അതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നു. വളരെ പരിമിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രം നടത്തിയിരുന്ന സഹകരണ പ്രസ്ഥാനം ഒരു ജനകീയ സ്വഭാവം ആർജിച്ചത് ആ ദീർഘവീക്ഷണത്തോടെയുള്ള പഴയ നേതാക്കന്മാരുടെ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ്. അതിൽ ശ്രീ ഇ ചന്ദ്രശേഖരൻ നായരുടെ പങ്ക് നമുക്ക് എടുത്ത് പറയേണ്ടതുണ്ട്. അദ്ദേഹം സംസ്ഥാന സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായിരിക്കുന്ന അവസരത്തിലാണ് നിക്ഷേപ സമാഹരണ പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ ആരംഭിച്ചത്. അങ്ങനെയാണ് സഹകരണ പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയൊരു ജനകീയ സ്വഭാവം കൈവന്നത്. സഹകരണ പ്രസ്ഥാനം ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയും കൂടുതൽ ഫണ്ട് സമാഹരിക്കുകയും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് എടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഒരു ജനകീയ സ്വഭാവം ആർജിക്കുവാൻ കഴിയുന്നത്. അന്ന് നമ്മുടെ രവീന്ദ്രൻ സാറാണ് കൊല്ലം ജില്ലയിലെ ജില്ലാ ബാങ്കിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചത്. കേരളത്തിലുടനീളം വളരെ മാതൃകാപരമായി നടന്ന ഒരു പ്രവർത്തനമായിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് നമുക്കറിയാം, ഇപ്പോഴും നിക്ഷേപ സമാഹരണ പ്രവർത്തനം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രവർത്തനമാണ്. സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമുള്ള എല്ലാവരും ആ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ വളരെ സജീവമായി പങ്കെടുക്കുകയും നമുക്ക് വളരെ കരുതലോടെ നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നു.
ഇതിപ്പോൾ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം കടന്നുചെല്ലാത്ത മേഖലകളില്ല. എല്ലാ മേഖലകളിലും, ആരോഗ്യ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും കാർഷിക രംഗത്തടക്കം നിർമ്മാണ മേഖലയിലടക്കം സഹകരണ പ്രസ്ഥാനം അതിൻ്റെതായിട്ടുള്ള വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. ഇപ്പൊ ഊരാളുങ്കൽ എന്ന് പറഞ്ഞ ഒരു സംഘം ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള പ്രസ്ഥാനമാണ്. കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ഊരാളുങ്കൽ സൊസൈറ്റി. അതിന്റെ നിർമ്മിതികളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ ഏറ്റെടുത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും മാതൃകാപരമായി, ഏറ്റവും ഈടുറ്റ നിലയിൽ വളരെ സുതാര്യമായി മരാമത്ത് രംഗത്ത് ഒരു മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നടത്താൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരാമത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ആതുര സേവന രംഗത്ത് അങ്ങനെ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ, കൊല്ലം ജില്ലയിൽ NS ഹോസ്പിറ്റൽ അടക്കം നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. വിദ്യാഭ്യാസ മേഖലയിൽ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ പൊതുവിതരണ രംഗത്ത് ത്രിവേണി അടക്കമുള്ള എത്രയോ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ വിപണിയിൽ ശക്തമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ അടക്കം സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നു. കാർഷിക രംഗത്ത് നിരവധിയായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിലെ മലയാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇഴചേർന്ന് കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനം. 2024-25 വർഷത്തെ നിക്ഷേപ സമാഹരണം നടത്തിയ സഹകരണ ബാങ്കുകൾക്കുള്ള അവാർഡുകൾ പ്രസംഗ പ്രബന്ധ മത്സര വിജയികൾക്ക് പുനലൂർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ കെ പ്രഭ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 2024-25 വർഷത്തിൽ പുനലൂർ പത്തനാപുരം താലൂക്കിൽ ഉയർന്ന നിക്ഷേപ സമാഹരണം നടത്തിയതിന് പുനലൂർ താലൂക്കിൽ കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് 1ാം സ്ഥാനവും ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്ക് 2ാം സ്ഥാനവും പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. പത്തനാപുരം താലൂക്കിൽ ഇളമ്പൽ സർവീസ് സഹകരണ ബാങ്ക് 1ാം സ്ഥാനവും പത്തനാപുരം സർവീസ് സഹകരണ ബാങ്ക് 2ാം സ്ഥാനവും ആവണീശ്വരം സർവീസ് സഹകരണ ബാങ്ക് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മിസ്ലേനിയസ് സംഘങ്ങളിൽ ഉയർന്ന നിക്ഷേപം സമാഹരിച്ച പുനലൂർ താലൂക്കിലെ പുനലൂർ മൈക്രോ യൂണിറ്റ് സഹകരണ സംഘം 1ാം സ്ഥാനവും പുനലൂർ റൂറൽ സഹകരണ സംഘം 2ാം സ്ഥാനവും നേടി. പത്തനാപുരം താലൂക്കിൽ കുന്നിക്കോട് ആഗ്രോ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘം 1ാം സ്ഥാനവും പട്ടാഴി വടക്കേക്കര അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘം 2ാം സ്ഥാനവും കരസ്ഥമാക്കി. സഹകരണ സെമിനാറിൽ സഹകരണ സ്ഥാപനങ്ങളിലൂടെ ഗ്രാമീണ വികസനവും ശാക്തീകരണവും എന്ന വിഷയത്തിൽ ജെ സുരേന്ദ്രബാബു ക്ലാസ് എടുത്തു. ആള് വരാണ്ടേ? എല്ലാരും വന്നിട്ട് അവിടെ നിന്നാണ്. ഇവിടെ നോക്കിയോ? പ്രസംഗ പ്രബന്ധ മത്സരത്തിലൂടെ ആവാം. സ്കൂൾ തലം ക്രിസ്റ്റി APPM VHSS ആവണീശ്വരം. 3ാം സ്ഥാനം അസ്നാൻ ഹാസ്.
രണ്ടാം സ്ഥാനം അസ്നാൻ നഹാസ് APPMVHSS ആവേശ്വരൻ. രണ്ടുപേർക്കാണ് മുഫിദ ആർ. കോളേജ് പ്രബന്ധ മത്സരം ഇന്ദിരാ ദേവി സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഉത്തരാണ്. രണ്ടും ഇന്ദിരാ. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ പുനലൂർ.